ബിജിക്കിതൊന്നും കുഴപ്പമില്ലല്ലോ. അയ്യോ എനിക്കെന്ത് കുഴപ്പം. സജീവേട്ടൻ ഇവിടെ ഒരു കമ്പനിയില്ലാതെ ബോറടിച്ചിരിക്കുകയായിരുന്നു. കമ്പനിക്ക് ഗോപിയേട്ടനെ കൂട്ടി ഫുള്ള് മാച്ച സുഖമായിട്ട് അടിച്ചൂടെ? ഞാൻ പട്ടാളത്തിൽ ചേർന്നപ്പോഴേ കുടി നിർത്തിയതാ. ഗോപിയേട്ടനെപ്പോഴാ പട്ടാളത്തിൽ ചേർന്നേ? 17-ാം വയസ്സിൽ. അപ്പൊ അതിന് മുന്നേ നല്ല അടിയായിരുന്നു. അവിടെ ഇതൊക്കെ പതിവാണോ ദാസേട്ടാ? അയ്യോ അങ്ങനെ പതിവൊന്നുമില്ല, വല്ലപ്പോഴും ഒരു സന്തോഷത്തിന്. പക്ഷെ എല്ലാ ദിവസവും സന്തോഷം ഉണ്ടാവുന്ന മാത്രല്ലേ. എന്നാ പിന്നെ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ ഒന്നും വേണ്ട മോളെ. ഇല്ല കുഴപ്പമില്ല ദാസേട്ടാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. എന്തേലും ടച്ചിങ്സ് എടുത്താൽ മതി. അച്ചാറ് മാത്രമേ ഉള്ളൂ, മതിയോ? മതി, ഇപ്പൊ കൊണ്ടുവരാം. അപ്പൊ ചിയേഴ്സ്. അപ്പൊ ചിയേഴ്സ്. ഓക്കെ, ചെറിയൊരു സിപ്പ്. വേണ്ട, കുഴപ്പമൊന്നുമില്ലട്ടാ, നീ രക്ഷപ്പെട്ടു. കുഞ്ഞോളിയേച്ചി അയ്യോ ഇവിടെ അല്ല, കുഞ്ഞോളിയേച്ചി അവിടെ പോയോ? അത്രേ ഉള്ളൂ. അവള് പഞ്ചായത്ത് വരെ പോയതാ. എപ്പോ വേണമെങ്കിലും വരാം. ഇത് മിലിറ്ററിയാണ്, ഒന്നൊഴിക്കട്ടെ. നിങ്ങൾ കഴിക്ക്, എനിക്ക് റേഷൻ കട വരെ ഒന്നും. അതെന്ത് പോക ഗോപിട്ടാ? ഇന്നും കൂടെ മണ്ണെണ്ണ കിട്ടൂ, അതുകൊണ്ടാ. നിങ്ങൾ കഴിക്ക്. ഇയാളൊരു മണ്ണെണ്ണയല്ലേ? അച്ഛനൊരു പാവം. ബിജീനെ കെട്ടിയതോടെ അവൻ രക്ഷപ്പെട്ടാ. എന്ത് നല്ല പെരുമാറ്റ. അവളാണ് പെണ്ണ്. ഒരു വീഡിയോ എടുത്ത് വയ്ക്കണ്ടായിരുന്നു എന്റെ പെണ്ണും വെള്ളമൊന്നും കണ്ടുപിടിക്കാൻ. ഇപ്പൊ നിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ? കറക്റ്റ് അല്ലേ? എന്തെങ്കിലും ടെൻഷൻ പോലെ. സാറേ അടിച്ചിട്ടില്ല സാറേ. അത് ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങോട്ട് ഊറ, ശരിക്കും ഊറ അങ്ങോട്ട് ഇറങ്ങി, ഇങ്ങോട്ട് ഇറങ്ങ, ഇറങ്ങി വേടാ. ഹലോ ഹലോ കാട്ട്. എനിക്ക് തരാൻ ഊതാൻ ഇതെന്ത് പരിപാടിയാണ്? നിന്നെ ഒരു വ്യവസ്ഥത വേണേ കാര്യങ്ങൾക്ക്. എന്റെ സാറേ, എല്ലാവർക്കും ഒരു വിലയാ. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടുള്ള എന്നിട്ട് എനിക്ക് ഊതാൻ തന്നിട്ടില്ല. നിനക്കൂതാൻ ഞാൻ തരാൻ വേറെ സാധനം വേണോ? ഏയ് അത് വേണ്ട. ഒരു ഒത്തുകാരൻ വന്നേക്കണേ, രണ്ടേ പിടിച്ച് വണ്ടി കേട്ടോളൂ. കൂടെയുള്ളവന്റെ കുഴപ്പമെന്തായിരുന്നല്ലോ? അതിന് ഞാനും തൊട്ട് പറഞ്ഞേ, അവിടെ കോഴി കൊണ്ട് കൊടുക്കണ മനസ്സിലായ? നിങ്ങൾക്ക് അവരോട് 2 വർത്താനം പറയാൻ മേലായിരുന്നോ? ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു പതിവില്ല, അറിയാലോ എന്നെ. ഓ ഇരിപ്പ് കണ്ടോ, മദ്യം തലക്കി പിടിച്ച് മത്തായി കാണും. അതിന് ഞാൻ കഴിച്ചില്ല കുഞ്ഞോളെ. ഓ അല്ലേ മാറ്റിലോട്ട് ആർക്കും തേക്കാൻ. ഓഹോ, അപ്പൊ ഒരു ഫുള്ളാണ് നിങ്ങളുടെ കണക്ക്. ഈ കുടുംബത്തോടൊപ്പം മാത്രം നിൽക്കാനാണ് അവൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുത്തത്. എന്ന് വെച്ചാൽ അവന്റെ ആളുകളെ വിളിച്ചോണ്ട് വന്ന് ഇമാതിരി ഇടപാടൊന്നും ഇവിടെ നടക്കൂല. ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലാതായി. നീ ഒന്ന് നിർത്ത്, സജീവൻ കേൾക്കും. ഓ സജീവൻ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കുടിച്ചിട്ട് ഈ മുറിയിലോട്ട് കയറണ്ട. മദ്യത്തിന്റെ മണം അടിച്ചാൽ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും. ഞാനതിന് മുറിയിൽ കയറാതിരിക്കുന്ന മാത്രം ആദ്യമൊന്നും കഴിച്ചിട്ടില്ല. അത് ഞാൻ വിശ്വസിക്കണായിരിക്കും അല്ലേ? ഒന്നും പോണ്ട എന്നെ സജിയേട്ടാ. കൊഞ്ചാ വന്നേക്കാം. കെട്ട വീട്ടുകാരും കെട്ട ആളുകളും. സജിയേട്ടാ മോറങ്ങോട്ട്, താഴെ എങ്ങനെ പോയി കിടക്കാൻ നോക്ക്. ഞാൻ അധികം കുറച്ചല്ലേ കഴിച്ചോളൂ. കുടിച്ചിട്ട് വന്നേക്കുന്നു. ഇതറിഞ്ഞിരുന്നേ കുറച്ചുകൂടി കഴിക്കാറുണ്ട്. കഷ്ടമായി പോയി. അച്ചോ അച്ഛാ എവിടെ? അച്ഛനെ കഴിക്കാണ്ട് തന്നെ പുറത്താക്കിയോ? ഇത് ഇങ്ങനെയൊക്കെ ആകുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. സാറില്ല, പോട്ടെ. അച്ഛൻ്റെ കയ്യിൽ കോട്ട വല്ല ഇരിപ്പുണ്ടോ? ഉണ്ട്. വാ. ഹലോ, എന്താണ്? സജിയേട്ടാ, നാളെ നമുക്ക് ഒരിടം വരെ പോവാം. വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങളുടെ വീട് വരെ പോയി എനിക്ക് ആ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. എന്താണ് ബിജി, നാളെ എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ്. നാളെ കഴിഞ്ഞായാലോ? അപ്പൊ എനിക്ക് ജോലിക്ക് പോകണ്ടേ? സജിയേട്ടൻ്റെ തിരക്ക് കഴിഞ്ഞ് പിന്നെ പോയാൽ മതി. എനിക്ക് തിരക്കൊന്നുമില്ല, നമുക്ക് നാളെ തന്നെ പോവാം. നാളെ ഞാൻ ലീവ് എടുക്കാന്ന് വിചാരിച്ച, പക്ഷെ കുഴപ്പമില്ല, പിന്നെ പോവാം. സജിയേട്ടൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞ് പോവാം.
നല്ല പണിയാണ്ടാ ചാൻസ്. ബിജി മോളെ മോളെ ദാസേട്ടൻ വിളിച്ചല്ലേ, നമുക്ക് പോയേക്കാം. മാറിക്ക്. ചേട്ടനല്ലേ പറഞ്ഞ പിന്നെ പോവാന്ന്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോവാം, സമയമൊക്കെ കിട്ടുമ്പോ പോവാം. എന്നാ പിന്നെ ഞായറാഴ്ച പോയാലോ? ഞായറാഴ്ച പോ. അയ്യോ, ഞായറാഴ്ച ഫിലിപ്പേട്ടൻ്റെ മോളുടെ പാമത്തീസ. ദാസേട്ടനാണോ വലുത്, ഫിലിപ്പേട്ടനാണോ വലുത്? നടക്കട്ടെ, തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോവാം. അല്ല, ഓഫീസിൽ എല്ലാവരും കൂടി പോകാനുള്ള പ്ലാനറ്റോട് മാത്രം. ആ നടക്കട്ടെ, പിന്നെ പോവാം. മാമോദിസ വേണ്ട, നമുക്ക് ദാസേൻ്റെ അടുത്ത് പോവാം. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഇനി എന്താ ആലോചിക്കാൻ, നമുക്ക് ദാസേൻ്റെ അടുത്ത് പോകണം. പോങ്ങോട്ട്. എന്റെ സുന്ദരിയാ. സജീവന് ഉച്ചക്കുള്ള ചോറെടുത്തോ മോളെ? ആ അമ്മേ, ഇതാ. അല്ലെങ്കിൽ ചില ഹോട്ടലുകാർ ഞങ്ങൾക്ക് ഊണൊക്കെ ഫ്രീ തരാറുണ്ട്. അവരുടെ കടലിന്റെ മുന്നിൽ ബസ് തീർത്തുമല്ലോ. എന്നാ പിന്നെ കൊണ്ടുപോണ്ട, ഫ്രീ കിട്ടുന്നിടത്ത് കഴിച്ചോ. അല്ല ഞാൻ പോവാണേ അമ്മ. ഈ ഹോട്ടലൊക്കെ കിട്ടുന്ന ആഹാരം എന്തിനു കൊള്ളാം? ആ പാവം രാവിലെ എഴുന്നേറ്റ് സജീവനെ കൊണ്ടുപോകാൻ ഫിഷ് മോളി ഉണ്ടാക്കിയതാ. അതിന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലോ അമ്മേ. കഷ്ടം. ഇത് ചപ്പാത്തിയാ? ഓ, പപ്പടം ഓർത്തു. ഭാര്യ വീട്ടിൽ നിന്നാ ഊണല്ലേ? ആ, എന്താ സ്പെഷ്യല്? ഫിഷ് മോളിയാ. കഴിക്ക് കഴിക്ക്. ഹലോ സജീവേട്ടാ. ഫിഷ് മോളിയാണല്ലേ? ഫിഷ് മോളിയോ? അയ്യോ, അത് ഫിഷ് മോളിയല്ല, മീൻ വറുത്തായിരുന്നു സജീവേട്ടാ. ആണോ? അപ്പൊ അമ്മ പറഞ്ഞു ഫിഷ് മോളിയാണെന്ന്. ആ അതോ, സജീവേട്ടന് ഫിഷ് മോൾ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടാവൂന്ന് ഞാൻ അമ്മയടുത്ത് ചോദിച്ചിരുന്നു. 650 രൂപ. ആ, അത് വെച്ച് പറഞ്ഞായിരിക്കും. ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല, പാത്രത്തിൽ വെച്ച് മൂടിക്കോ, പൂച്ചയ്ക്കോ എല്ലാം കൊടുക്കാം. എനിക്ക് നല്ല ഇഷ്ടമായി, ഞാൻ കഴിച്ചു തുടങ്ങി. പിന്നെ സജീവേട്ടാ, നമുക്ക് നാളെ സുനിത ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോയാലോ? നാളെ? ആ, എന്താ? പോം പോം പോം. എന്നാ പിന്നെ ഒരു 2 ദിവസം നമുക്ക് അവിടെ നിക്കാം കേട്ടോ. ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് സമ്മതിപ്പിക്കാം. ശരി ശരി, ഓക്കെ. ചേച്ചി ഒന്ന് പെട്ടെന്ന് എടുക്കൂ. ആ സജീവേട്ടാ, ഒരു മിനിറ്റ്, ഞാനൊന്ന് മരുന്നെടുത്ത് കൊടുത്തിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ ബിജി. സജീവ, കുറച്ച് ഫിഷ് മോളി. ഫിഷ് മോൾ തന്നില്ല. ഓ അമ്മേ, മാമ ഹായ്. സജി മക്കളെ. മാമ. ഇതാ, ഇത് നിനക്ക്. സന്തോഷായില്ലേ? ബിജിമോളെ സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാട്ടോ. ആ, അതിനെന്താ ദാസേട്ടാ, അതൊന്നും കുഴപ്പമില്ല. മതി മതി, ഇനി നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി, അവരൊന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ. മാമനില്ല എന്ന് പറഞ്ഞ് ഈ മുറി അവര് ഇടയ്ക്കൊന്ന് കയ്യേറിയായിരുന്നു. എന്നാ ഞാനൊന്ന് മാർക്കറ്റ് വരെ പോയിട്ട് വരാം, ഇച്ചിരി സാധനങ്ങൾ പഠിക്കാണ്ട്. അപ്പൊ ശരി. ശരി. ദാസേട്ടാ, ആ, കുപ്പിയൊന്നും വാങ്ങിക്കണ്ട കേട്ടോ. ഇല്ല. അല്ല, എന്ത് പറ്റി ബിജി? മുഖം മാറിയല്ലോ. എന്താണ് ഒരു രഹസ്യം പറച്ചില്? അത് ഞാൻ ദാസനത്ത് കുപ്പിയൊന്നും വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞ, വെറുതെ എന്തിനാ കുടുംബം ഉണ്ടാക്കണ? കുപ്പി മേടിക്കണ്ടെന്ന് സജീവേട്ടൻ പറയുമ്പോൾ ദാസേട്ടൻ വിചാരിക്കൂലേ ഞാൻ സമ്മതിക്കാത്തോണ്ടാണ്? അങ്ങനൊന്നുമില്ല. ഇതിപ്പോ അന്ന് വീട്ടിലിരുന്ന് കുടിച്ചതിന് ഞാൻ വഴക്കിട്ടെന്നല്ലേ ദാസേട്ടൻ വിചാരിക്കത്തുള്ളൂ. സജീവേട്ടന് ഭാര്യ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാന്ന് കരുതണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഞാൻ സമ്മതിച്ചത്. അങ്ങനൊന്നും ഇല്ലെന്നേ. എനിക്ക് മദ്യപിച്ചാലേ സന്തോഷം കിട്ടുന്നൊന്നുമില്ല. എന്റെ സന്തോഷം നീയല്ലേ? ഞാൻ പറയുന്നൊക്കെ അതുപോലെ അവിടെ ചെന്ന് പറയും. എന്തോന്ന് വെച്ചാൽ അങ്ങോട്ട് ബിജിമോളെ, ഇതിപ്പോ കുപ്പി മേടിക്കാനാണോ മേടിക്കാതിരിക്കാനാണോ? എന്തൊരു കഷ്ടമാണ്. അങ്ങോട്ട് ഇരിക്കും മോളെ. വാ ഇരിക്ക്. വീട്ടിലെ ഭക്ഷണം വീട്ടിലെ ഭക്ഷണം തന്നെ. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കരുതിയിട്ടിരുന്നു. അത് കുഴപ്പമില്ല, സാരം. എടാ, നിനക്ക് വേണേ അത് വേറെ എടുക്കാൻ പറ്റും. എനിക്കിത് മതി. വേണ്ട വേണ്ട വേണ്ട, ഞാൻ കുറച്ച് കിട്ടും. ആ, നീ ഇരിക്കി. ഇപ്പൊ വേണ്ട ഏട്ടാ, ഞാൻ കുറച്ച് കഴിഞ്ഞിരുന്നു. ഞാൻ വെള്ളം നീ ഇരിക്കി. ഞാൻ കൊടുത്തോളാം. കഴിക്കി, ബാക്കിയുള്ള ഇട്ട് കഴിച്ചോട്ടാ. പച്ചക്കറി ഒന്നും വേണ്ട. എത്ര ദിവസം പറയും നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട്. സജീവേട്ടന്റെ തിരക്കൊക്കെ കഴിഞ്ഞോ? അത് പിന്നെ ഞാൻ അവിടെ ഉണ്ടായില്ലല്ലോ, ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ തിരിച്ചു തന്നെ. അതിന്റെ കുട്ടികളൊക്കെ ഇങ്ങനെ. അതെ സജീവേട്ടാ. സജി മാമ, ആ വാ മാമ. എന്താ? വാ കളിക്കാം. ആഹാ, ഇങ്ങോട്ട് വാ. ഞാൻ ഇവിടെ ഇപ്പൊ വാ വരാട്ടാ. കളിക്കാം. മാമൻ പറ. പാമ്പ് കൂടി കളിക്കാം.